ഹലോ ഗെയ്സ്, എല്ലാവർക്കും തന്നെ നാട്ടറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സാധാരണയായി നാട്ടിൻപുറങ്ങളിലും അതുപോലെ തൊടികളിലൊക്കെ കണ്ടുവരാറുള്ള ഒരു ഇലയാണ് വെറ്റില. ഈ വെറ്റിലയ്ക്ക് സാധാരണയായി നല്ല ഔഷധ ഗുണമുള്ള ഒരു ഇല തന്നെയാണ്. എന്തൊക്കെയാണ് ഈ വെറ്റിലയുടെ ഔഷധ ഗുണങ്ങളെന്ന് നമുക്ക് പലർക്കും അറിയില്ല എന്നതൊരു വാസ്തവം തന്നെയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വെറ്റിലയുടെ ഔഷധ ഗുണങ്ങളെന്ന്. തലച്ചോറും അതുപോലെ കരൾ, ഹൃദയം എന്നീ അവയവങ്ങൾക്ക് വെറ്റില ഒരു ടോണിക്കായി കരുതി വരുന്നു. വെറ്റില മുറുക്കുന്നത് കൊണ്ട് വായ്, തൊണ്ട എന്നിവ ശുദ്ധമാക്കപ്പെടുന്നു. ഉമിനീര് ഊറുന്നതും ത്വരിതപ്പെടുന്നു. വെറ്റില കൂട്ടിയുള്ള മുറുക്ക് ആഹാരത്തിന് ക്രമത്തിലധികമുള്ള അമ്ലത്തെ നിർവീര്യമാക്കാനും ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നു. വായ്നാറ്റം ഇല്ലാതാക്കാനും സ്വരമാധുര്യം വർദ്ധിക്കുവാനും ഇത് ഉതകുന്നു. വെറ്റില വാത കഫങ്ങൾ ശമിപ്പിക്കുന്നു. അതുപോലെ അണുനാശക ശക്തി ഉള്ളതിനാൽ വായിലെ രോഗാണുക്കൾ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ഈ ചെടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇലയ്ക്ക് വേണ്ടി മാത്രം കൃഷി ചെയ്യുന്ന ഈ വിളയുടെ ജന്മദേശം മലയും സിംഗപ്പൂരുമാണെന്ന് കരുതപ്പെടുന്നു. വെറ്റിലക്കൊടിയിൽ ആണും പെണ്ണും പ്രത്യേകം ചെടികളായിട്ടാണ് ഉണ്ടാകുന്നത്. കുരുമുളക് കൊടി പോലെ താങ്ങുകളിൽ പറ്റി പിടിച്ചാണ് വളരുന്നത്. വെളുത്ത ഇനം വെറ്റില മരുന്നിന് ഉപയോഗിക്കുന്നത്. പെൺപൂക്കുലകൾ ആദ്യം ചെറുതായി ഉണ്ടാകുമെങ്കിലും ക്രമേണ അധിക വിസ്താരത്തിൽ വിരിഞ്ഞു വരുന്നു. ആൺപൂങ്കുല തിങ്ങി നിറഞ്ഞിരിക്കും. കായ്കൾ അപൂർവമായേ ഉണ്ടാകാറുള്ളൂ. തുളസിക്കൊടി, അതുപോലെ കർപ്പൂര വെറ്റില, കണ്ണിക്കൊടി, മരക്കൊടി, പിന്നെ പ്രാദേശിക ഇനങ്ങൾ എന്നിവ കൃഷി ചെയ്യപ്പെടുന്നു. മലപ്പുറം വെറ്റ പാകിസ്ഥാനിൽ കയറ്റുമതിയും ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വെറ്റിലയുടെ ഔഷധ ഗുണങ്ങൾ. ഈ ചെറിയ അറിവ് ഇഷ്ടമായ ദയവായി മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ദയവായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റ് കുഞ്ഞു കുഞ്ഞു അറിവുകളുമായി കാണാം. എല്ലാവർക്കും ബൈ.